ഹൃദയം എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേമ ചന്ദ്രയോടുള്ള പ്രതികാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചന്ദ്രയോട് ഡ്രസ്സൊക്കെ കഴുകിയിടാൻ പറയുന്നു. വാഷിംഗ് മെഷീനിൽ കഴുകരുതെന്നും പറയുന്നു. കല്ലിലിട്ട് ഡ്രസ്സൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയ്ക്ക് പ്രേമ ചായ കൊണ്ടുപോയി കൊടുക്കുന്നു. ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് ഇടുന്നത്. ചായ കുടിക്കുന്ന ചന്ദ്ര ചായ തുപ്പിക്കളയുന്നു. ഞാൻ പാടുപെട്ടുണ്ടാക്കിയ ചായ നീ തുപ്പിക്കളയുന്നു, കുടിക്കടി എന്ന് പറഞ്ഞ് വായിലേക്ക് പ്രേമ ബലമായി കപ്പുവെച്ച് കുടിപ്പിക്കുന്നു. അവിടെ നിന്ന് മൂടുന്ന ചന്ദ്ര സിന്ധുവിനോട് ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുന്നു. അതെന്താണെന്ന് സിന്ധു ചോദിക്കുമ്പോൾ എനിക്കിനി ഇവിടെ പ്രേമേച്ചിയുടെ തല്ലുകൊള്ളാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ അതിനിനി നീ അധികം ദിവസം ഇവിടെ നിൽക്കേണ്ടെന്നും ഡിവോഴ്സ് കിട്ടിയാൽ നിനക്ക് ഇവിടെ നിന്ന് പോകാമെന്നും പറയുന്നു. അതിനു മുൻപ് അവർ എൻ്റെ 16 അടിയന്തരം നടത്തുമെന്ന് പറഞ്ഞിട്ട് പ്രേമേച്ചിയെ നോക്കാൻ ദേവികയെ വിളിക്കാൻ പറയുന്നു. നീയല്ലേ പ്രേമേച്ചിയെ നോക്കാമെന്ന് പറഞ്ഞ് ദേവികയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്? ശരി, എങ്കിൽ നീ പൊയ്ക്കോ. പക്ഷേ ദേവിക വന്നാൽ നിന്റെ ആവശ്യം ഇവിടെ ഉണ്ടാകില്ല. പ്രേമേച്ചിയോട് നീ ഹോം നേഴ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേവികയെ ഞാൻ കൊണ്ടുവരാമെന്ന് സിന്ധു പറഞ്ഞപ്പോൾ ചന്ദ്ര പോകുന്നില്ലെന്ന് പറയുന്നു. ദേവികയോട് പ്രിയ ചോദിക്കുന്നു, പ്രേമേച്ചിയെ നല്ലൊരു വൈദ്യരെ കാണിക്കണ്ടേ എന്ന്. പ്രിയക്ക് അങ്ങനെ ഒരു വൈദ്യമഠത്തെക്കുറിച്ച് അറിയാമെന്നും പറയുന്നു. ദേവിക അത് കേട്ട് ചിരിക്കുന്നു. പ്രേമേച്ചിക്ക് ഓർമ്മക്കുറവൊന്നുമില്ലെന്നും ചന്ദ്ര ചെയ്ത കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് പ്രേമേച്ചി അഭിനയിക്കുന്നതെന്നും പ്രിയയോട് പറയുന്നു. പ്രേമേച്ചിയുടെ സ്വർണം കാണാനില്ല. അവൾ അതെന്ത് ചെയ്തെന്നും അതിനവൾക്ക് കൂട്ടായി നിന്ന് സഹായിച്ചത് ആരാണെന്നും അറിയണം. ചേച്ചിക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ഉണ്ടല്ലോ, ശരത്തിനെ എനിക്ക് സംശയമുണ്ട്. അവനാണ് അവളുടെ ഇപ്പോഴത്തെ കൂട്ടുകാരൻ. വിഷ്ണു ജയിലിലല്ലേ? അവൻ തന്നെയാണ് ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമെന്ന് ദേവിക പറയുമ്പോൾ അതെങ്ങനെയെന്ന് പ്രിയ ചോദിക്കുന്നു. അവന് പൈസയ്ക്ക് ആവശ്യങ്ങൾ ഉണ്ടാക്കും. പൈസയ്ക്ക് വേണ്ടി അവൻ ഓടണം. എന്നാലേ സ്വർണം എന്ത് ചെയ്തു, വിറ്റോ അതോ ഇപ്പോഴും കയ്യിലുണ്ടോ എന്നറിയാൻ പറ്റൂ. അക്ഷര വിശാലിനെ വിളിക്കുന്നു. വിശാലിൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമാകുന്നു. വിശാലും അക്ഷരയും ശ്രുതിമോളും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അക്ഷരയുടെ ഡോക്ടർ നിരഞ്ജനുമായുള്ള അകൽച്ച അക്ഷരയും വിശാലുമായുള്ള ബന്ധത്തിന്റെ തുടക്കമാണെന്നാണ് അവരുടെ വിശ്വാസം. വിശാലുമായുള്ള അക്ഷരയുടെ ബന്ധം അക്ഷരയുടെ അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അക്ഷര വിശാലിനോട് സഹായം തേടുക മാത്രമാണ് ചെയ്യുന്നത്. ഡോക്ടർ നിരഞ്ജനും ഡോക്ടർ മാലുവും തമ്മിൽ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ഫോട്ടോ വിശാലിനെ അക്ഷര കാണിച്ചു കൊടുക്കുന്നു. അക്ഷര വിചാരിക്കുന്ന പോലെ ഒന്നും ഇതിലുണ്ടാകില്ലെന്നും ഡോക്ടർ നിരഞ്ജൻ അങ്ങനെ ഒരാളല്ലെന്നും വിശാൽ പറയുന്നു. നിരഞ്ജന്റെ അമ്മ നിരഞ്ജനോട് പറയുന്നു, അക്ഷര ഇപ്പോൾ ഒരു പാവം പെണ്ണാണ്. അവളെ നീ വിഷമിപ്പിക്കരുത്. ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നില്ല. ആരും എന്നെ ഓർത്ത് വിഷമിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എല്ലാവരുടെയും ഇപ്പോഴുള്ള വിഷമങ്ങൾ. മരണത്തോടടുത്തിരിക്കുന്ന ഡോക്ടർ നിരഞ്ജൻ അക്ഷരയെയും വിശാലിനെയും ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ വിശാലിനോട് അക്ഷരയ്ക്ക് അങ്ങനെ ഒരു അടുപ്പം ഇപ്പോൾ ഇല്ല. നിരഞ്ജനെക്കുറിച്ചും ഡോക്ടർ മാലുവിനെക്കുറിച്ചും അറിയാൻ വേണ്ടി മാത്രമാണ് അക്ഷര വിശാലിൻ്റെ സഹായം തേടുന്നതെന്ന് ആരും അറിയുന്നില്ല. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.